Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916. പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖല തകർച്ചയിലായതോടെ ബസ് ഉടമകൾ പിറവത്ത് ധർണ നടത്തി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി പദ്ധതി മൂലം തകർന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പിറവം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പിറവം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ധർണാ സമരം നടത്തി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് പ്രിയദർശിനി പദ്ധതി 45 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പിറവം മേഖലയിലെ സ്വകാര്യ ബസ്സുകളിൽ ബഹുഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ നഗരമേഖല എന്ന വ്യത്യാസമില്ലാതെ നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ റൂട്ടുകളിലും 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് പ്രതിദിന കളക്ഷനിൽ കുറവ് വന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങൾ കടന്നു പോന്നു. അഭ്യസ്തരായ ആളുകളൊക്കെ ഒരുപാടുണ്ടായി. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാൻ വേണ്ടി മെനക്കെടാതെ ഒരു വ്യവസായം എന്ന രീതിയിൽ 1 or 2 ബസ് വാങ്ങിച്ച് തൻ്റെയും അതിൽ പണിയെടുക്കുന്ന പ്രത്യക്ഷമായി ഏതാണ്ട് 6 അല്ലെങ്കിൽ 10 തൊഴിലാളികളെയും കുടുംബങ്ങളെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് പോന്നുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. നമുക്കറിയാം, തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു പക്ഷേ ഇല്ലായിരിക്കാം, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ല, ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കുമൊക്കെ ഞാനൊക്കെ സർവീസ് തുടങ്ങുന്ന കാലത്ത് എൻ്റെ വണ്ടിയിൽ ഒരു പണി കിട്ടണമെങ്കിൽ അത് ഏതെങ്കിലും MLA എങ്കിലും വിളിച്ച് പറയണമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആളുകൾ, ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ധാരാളം തൊഴിലാളികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തൊഴിലാളികൾ മാത്രമാണോ? അവർക്കുമുണ്ട് കുടുംബങ്ങൾ. അങ്ങനെ അനേകം പേരുടെ കുടുംബങ്ങൾക്ക് അത്താണിയായി ഒരു തൊഴിൽ മേഖലയായി ഇന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതിലും വലിയ രീതിയിൽ നമ്മൾ പണി കൊടുത്തുകൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുമായി വരികയാണ് സർക്കാരുകൾ. പിറവം യൂണിറ്റ് പ്രസിഡന്റ് ഏലിയാസ് വർഗീസ് നരേക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഷൈജു ഭാസ്കരൻ, വിൽസൺ കെ ജോൺ, KP സലീം, ജൂലി സാബു, MN മധു, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, KB സുനീർ, KM സിറാജ്, TN മഹേഷ് കുമാർ, ആൽവിൻ പാവോടത്ത്, PM സുരേന്ദ്രൻ, അനിൽകുമാർ, GB അങ്കമാലി, ജോജി എടാട്ട്, നവാസ് കോതമംഗലം എന്നിവർ പ്രസംഗിച്ചു. ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഫലമായി സ്വാഭാവികമായിട്ടും എത്ര പേർക്കാണോ സൗജന്യം കൊടുത്തത് അവർ പണം കൊടുത്ത് യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ അത് സർക്കാരിന് ഈ ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കിട്ടുമായിരുന്നു. അപ്പം അത്രയും സൗജന്യം കൊടുത്തോക്കെ. അപ്പോൾ ആ സൗജന്യം കൊടുത്തതുമായി ബന്ധപ്പെട്ട 15 ദിവസത്തെ ശരാശരി അതിന് വന്ന ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് 50 കോടി രൂപയായിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ 15 ദിവസത്തെ പണമാണ് കൊടുത്തത്. 15 ദിവസമല്ല, ജൂലൈ മാസം തീരാൻ പോവുകയാണ്. 15 ദിവസത്തെ പൈസ സർക്കാർ ഇപ്പോൾ കൊടുത്തു. 1 മാസത്തേക്ക് കിടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വേറെ. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നതിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വരുമാനം പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള പണം കണ്ടെത്തിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അത് സ്വാഭാവികമല്ലേ? സാമാന്യ ജനങ്ങൾക്കറിയാം. ഒരു ഭാഗത്ത് സൗജന്യം കൊടുത്താൽ മറ്റൊരു ഭാഗത്ത് അത് നികുതി ഇനത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പിഴിയേണ്ടി വരും. അപ്പോഴേ ഇത് കൊടുക്കാൻ പറ്റില്ല. ഇതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.